കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ, അതായത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ നേച്ചർ, സ്വഭാവം, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണാനിടയായി. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് വിവാഹമോചനം എന്നീ വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് കർത്താവ് വിവാഹമോചനത്തെ വെറുക്കുന്നതെന്നും വിവാഹത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നും ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിവാഹത്തിന് ഒത്തിരി തടസ്സങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പല വർഷങ്ങളായിട്ട്, പല നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവളിപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുകയും ജോലി നേടുകയും പുരുഷനേക്കാൾ കൂടുതൽ വരുമാനം നേടുകയും ചെയ്തപ്പോൾ ഇന്ന് അവൾ അവകാശങ്ങൾക്ക് വേണ്ടി തിരിച്ച് പോരാടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പല വിവാഹ മോചനങ്ങളും നടക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എഡ്യൂക്കേറ്റഡാണ്, സാലറീഡാണ്, പഴയ പോലെയല്ല. അപ്പോൾ ആ പുരുഷ മേധാവിത്വത്തിൻ്റെ ആ സൊസൈറ്റിക്ക് ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നത് ഈ യേശു കർത്താവ് വന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ വളരെ ലിബറേറ്റീവായിട്ടുള്ള വിവാഹ തത്വങ്ങൾ എന്തൊക്കെ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സ്ത്രീക്കും പുരുഷനും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, അവരൊന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ മാറുമ്പോൾ ഉണ്ടാകുന്ന ആ യൂണിറ്റിയിലുണ്ടാകുന്ന ഭംഗി, ഇത് ദൈവം എത്രമാത്രം സന്തോഷിക്കുന്നു, എത്രമാത്രം അത് ഇഷ്ടപ്പെടുന്നു. ഒരു കുടുംബം അവർ പരസ്പരം ബഹുമാനിച്ചും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയും ജീവിക്കുന്നത് ദൈവത്തിന് എത്ര വലിയ പ്രസാദമാണ് എന്നുള്ളത് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന് ഒരു ഫാമിലി വളരെ പ്രഷ്യസാണ്. ഡൈവോഴ്സ് അതുകൊണ്ടാണ് കർത്താവ് വെറുക്കുന്നത്. പക്ഷേ ഇന്ന് ഈ കോൺഫ്ലിക്റ്റുകൾ ഭയങ്കര ഇൻറ്റൻസാണ്, ഭയങ്കര തീവ്രമാണ്. ചെറിയ വിഷയങ്ങളിൽ പോലും വലിയ കോൺഫ്ലിക്റ്റുകളിലേക്കാണ് മനുഷ്യർ എൻ്റർ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ വലുതായി അതിൻ്റെ റെസിഡ്യൂ ഉള്ളിൽ കിടന്ന് അത് പിന്നീട് വലിയ പ്രതിസന്ധിയായിട്ട് മാറുന്നതാണ് എല്ലാ കുടുംബങ്ങളിലും കാണുന്നത്. അപ്പം ശിഷ്യന്മാർ ഒരു പ്രൊഫറ്റിക്കായിട്ട് വേണം ചോദിച്ചെന്ന് വേണം വിചാരിക്കാം. എങ്ങനെയാണ് ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചത്? അതായത് വളരെ ഓപ്പോസിറ്റ് നേച്ചറുള്ള, നമ്മുടെ ഒരു പ്രകൃതവുമായി യോജിപ്പില്ലാത്ത, നമുക്കെപ്പോഴും നമ്മുടെ പ്രകൃതമാണ് നല്ലത് നമ്മൾ വിശ്വസിക്കുന്നു, വേറൊരാൾ അങ്ങനെയല്ല. അപ്പം വളരെ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ടുപേർ എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് താമസിക്കുന്നത്? ഞങ്ങൾ ഒരു കാര്യം പറയുമ്പോഴേ വഴക്കാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ വേറൊരു ഓപ്ഷനില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് പറയാണ് ഡൈവോഴ്സിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റുകയില്ല. അവിടെ പറയുന്നത് അവർ ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആരൊക്കെയാണ് വേർപിരിക്കാൻ സാധ്യതയുള്ളത്? ഭാര്യയ്ക്ക് വേർപിരിക്കാൻ ശ്രമിക്കാം, ഭർത്താവിന് വേർപിരിക്കാൻ ശ്രമിക്കാം, അവരുടെ കുടുംബങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, ആർക്ക് വേണമെങ്കിലും അവരുടെ കുടുംബത്തിനകത്തേക്ക് ചെന്ന് ഇടിച്ച് കയറി പ്രശ്നങ്ങളുണ്ടാക്കി വേർപിരിക്കാൻ സാധിക്കും. ഈ വേർപിരിക്കൽ എന്ന് പറയുന്നത് വളരെ കുറ്റകരമായൊരു കാര്യമാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഓരോ കുടുംബവും. അതിനെ വേർപിരിക്കുന്ന രീതിയിൽ മനുഷ്യർ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. യാതൊരു ഇടർച്ചയും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അത് മാതാപിതാക്കൾ വിചാരിക്കുക എൻ്റെ മോൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അവരുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത് പിരിഞ്ഞു കഴിഞ്ഞ് നന്മയൊന്നുമില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്. ഓക്കെ, അത് ദൈവത്തിനെതിരെയുള്ള ഒരു റിബല്യനാണ്. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ട് എന്താണ് നമ്മൾ നോക്കി? എന്ത് കാരണത്താൽ ഈ വിവാഹ മോചനം അനുവദിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി കർത്താവ് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ഡൈവോഴ്സ് ചെയ്തിട്ട് വേറൊരു ആളെ വിവാഹം കഴിക്കുന്നവൻ ശരിക്കും ചെയ്യുന്ന വ്യഭിചാരമാണ്. ഇവളെ ഇനി വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ അവനും വ്യഭിചാരമാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരസംഗമല്ലാത്തൊരു കാരണത്താൽ ഡൈവോഴ്സ്ഡ് ആണ് എങ്കിൽ
നിങ്ങൾ വേറൊരാളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. അങ്ങനെ വേറൊരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ട്, പരസംഗം ചെയ്തിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്, ആ സമയം എല്ലാം അവൾ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ. അപ്പോൾ ഇവിടെയുള്ള ഡൈവോഴ്സ് വെറും ഒരു രേഖയാണ്. ദൈവത്തിന് മുമ്പിൽ അങ്ങനൊരു സംഭവം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ലീഗലി ഡൈവോഴ്സ് ആയി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ അത് ഡൈവോഴ്സ് അല്ല. അതുകൊണ്ട് വേറൊരാളെ കല്യാണം കഴിക്കുമ്പോൾ ആ ആൾ നിങ്ങളുടെ ഭാര്യയല്ല. അതാണ് ദൈവത്തിന് മുമ്പിലുള്ള പ്രശ്നം. അപ്പോൾ അത് വ്യഭിചാരമായി ജീവിതകാലം മുഴുവൻ തുടരുന്ന ഒരു വ്യഭിചാരമായി മാറുന്നു. ഇപ്പോൾ രണ്ടാം വിവാഹത്തിൽ വരുന്ന ആൾ ആദ്യത്തെ പാർട്ട്ണർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ആദ്യത്തെ പാർട്ട്ണർ പരസംഗം ചെയ്തിട്ടില്ല എങ്കിൽ ഉപേക്ഷിക്കാൻ ഒന്നിച്ചു പോകാൻ പറ്റാത്ത ഡിഫറൻസസ് കാരണം നിങ്ങൾ വേർപെട്ടതാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ പരസംഗമില്ലാതെ വേർപെട്ടിട്ട് നിങ്ങൾ വേറൊരാളെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം കഴിക്കുന്നയാൾ ചെയ്യുന്ന വ്യഭിചാരമാണ്. കാരണം അയാളുടെ ഭാര്യയുടെ കൂടെ അല്ല അപ്പോഴുള്ളത്. അപ്പോൾ ഭാര്യയുടെ കൂടെ അല്ലാതെ വേറൊരാളുടെ കൂടെയുള്ള താമസം, വേറെ ആളോടുള്ള ലൈംഗികമായ ഐക്യം, ഇതെല്ലാം വ്യഭിചാരത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുന്നതാണ്. അപ്പോൾ ഒരിക്കൽ പോലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മരണത്തിലൂടെ അല്ലാതെ പരസംഗത്തിലൂടെ അല്ലാതെ വേർപിരിയുകയില്ല. പരസംഗം നടന്നു എന്ന് വിചാരിച്ച ഒരു കുടുംബത്തിൽ പരസംഗം നടന്നിട്ടുണ്ടെങ്കിൽ ആ ആൾ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉപേക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. ക്ഷമിക്കാമെങ്കിൽ ക്ഷമിക്കാം. പക്ഷെ ഉപേക്ഷിച്ചാലും പെർമിഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പരസംഗം വിവാഹത്തിന് വേണ്ട ഒരു നിർബന്ധമല്ല. വിവാഹമോചനത്തെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ പരസംഗം ചെയ്തെങ്കിൽ വേണമെങ്കിൽ വിവാഹം വേർപെടുത്താം. പക്ഷേ വേർപെടുത്തണമെന്ന് നിർബന്ധമില്ല. കരുണ കാണിക്കുന്നതിനോട് ദൈവവും കരുണ കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരണം വേർപിരിക്കുന്നത് വരെയും ആ ഒരാൾക്ക് മാത്രം ഭാര്യയായിരുന്നു, ഭർത്താവായിരുന്നു ജീവിതം കഴിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത് വലിയൊരു ഭാരമായിട്ട് ആളുകൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, കഷ്ടമായിപ്പോയി, ഇങ്ങനെയുള്ളൊരു നിയമമാണോ നീ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്? ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ലെങ്കിൽ, ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ, സ്ത്രീയെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ച എങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നല്ല അനുഭവമുള്ള ആരെങ്കിലും ആയിരിക്കും ഇത് പറഞ്ഞത്. ഈ ശിഷ്യന്മാരിൽ ആരെങ്കിലും മടുത്ത് കാണുമായിരിക്കും. അപ്പോൾ ഡൈവോഴ്സ് ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു റൂളിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് തന്നെ കർത്താവ് പറയാണ് ഒരു കാരണവശാലും അനുവദിക്കില്ല. അപ്പോൾ പറയുന്നത് ഇത്രയും ഭയങ്കര കൽപ്പനയാണ് വിവാഹത്തെക്കുറിച്ചെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിലുള്ള ഏതു സമൂഹത്തിൽ പോലും ഇത്രയും കഠിനമായ വിവാഹ നിയമങ്ങളില്ല. എവിടെയും നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇട്ടിട്ട് പോകാം, ഏത് സമൂഹത്തിലും സാധിക്കും. പക്ഷേ ക്രിസ്തുവിൻ്റെ ദാസർക്ക് പറ്റില്ല. അവർ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് ജീവിക്കുന്ന ജീവിതത്തെ ബ്രേക്ക് ചെയ്യാൻ ആർക്കും അധികാരമില്ല. അതേസമയത്ത് പരസംഗം പോലെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോയാൽ നിങ്ങൾ ഓർക്കേണ്ടത് അവർ വ്യഭിചാരക്കുറ്റം ചെയ്തിരിക്കുന്നത് ദൈവത്തോടുള്ള ഒരു ഉടമ്പടിക്കെതിരെയാണ്. ദേ ആർ ഡൂയിങ് ഇറ്റ് അഗെയിൻസ്റ്റ് ഗോഡ്. അറിയായ്മയുടെ കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് ലഭിച്ച ശേഷം പരസംഗമോ വിവാഹമോചനമോ നിങ്ങൾക്ക് വലിയ ഇടർച്ചക്കല്ലും കർത്താവിൻ്റെ അടി വാങ്ങിക്കുന്ന ഒരു പരിപാടിയുമായിട്ട് മാറും. അതുകൊണ്ട് ജീവിതത്തെ സൂക്ഷിക്കാനും വിവാഹത്തെ സൂക്ഷിക്കാനും കുടുംബജീവിതത്തെ സൂക്ഷിക്കാനും നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, വരം ലഭിച്ചിട്ടല്ലാതെ ആരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് ഒരാൾക്ക് ഗ്രഹിക്കണമെങ്കിൽ അവർക്കൊരു വരം ലഭിക്കണം. ഇത് നമ്മൾ ഇത്തിരി വിശദീകരിക്കാൻ വരം എന്താണെന്നുള്ള കാര്യം. ഒരു സ്ത്രീയുടെ കൂടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കൂടെ ജീവിതത്തിൽ പൊരുത്തപ്പെട്ട് അന്ത്യം വരെയും സ്നേഹിച്ച് എങ്ങനെ ജീവിക്കാൻ പറ്റും? ചില സമയത്ത് ഇങ്ങോട്ട് ഒരു സ്നേഹം ഇല്ലാതെ തോന്നുവാണ് എങ്കിൽ പോലും തിരിച്ചങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ലെങ്കിൽ ജീവിതം ദുസ്സഹമാകുമ്പോഴും ഈ സ്നേഹം എവിടുന്ന് വരും? അതൊരു വരം ലഭിച്ചവർക്ക് മാത്രമേ ഈ വിവാഹത്തെക്കുറിച്ചുള്ള മർമ്മം മനസ്സിലാവുകയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹത്തെക്കുറിച്ചുള്ള മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എറ്റേണലാണ്. സഭ മോശമാണെന്ന് കരുതി കർത്താവ് അതിന് വിട്ടുകളയുന്നില്ല. ആ സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തൻ്റെ ജീവനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു സ്നേഹമാണ് കർത്താവിന് സഭയോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെത്താൻ മരണത്തിന് ഏൽപ്പിക്കുന്നൊരു സ്നേഹമാണ് ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടപ്പാടിൻ്റെയും കടമയുടെയും സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അതിന് തുല്യമായി ഇത് എന്നുള്ളത് കൊണ്ട് ഒരു ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുമ്പോൾ അവൻ കർത്താവിനോട് പറയുന്നത്, ഈ സ്ത്രീ എൻ്റെ ഭാര്യയായിരിക്കാൻ യോഗ്യയല്ല, അതുകൊണ്ട് ഞാൻ അവളെ പുറത്താക്കുന്നു. അപ്പോൾ കർത്താവ് എന്നോട് വേണേൽ പറയാം, മകനെ, നീ എൻ്റെ സഹോദരനായിരിക്കാൻ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇരിപ്പാൻ നീയും യോഗ്യനല്ല, ഞാൻ നിന്നെയും വിട്ടുകളയുന്നു എന്ന് കർത്താവിന് പറയാം. പക്ഷെ കർത്താവ് അത് പറയുന്നില്ല.
അങ്ങനെ കർത്താവ് പറയാതിരിക്കുമ്പോൾ ഞാൻ ഇത് എൻ്റെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് എതിരാണ്. അപ്പോൾ കർത്താവ് എന്നോട് കാണിക്കുന്ന ദീർഘക്ഷമ നമ്മുടെ കുടുംബത്തിനകത്ത് കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ പലതരത്തിലുള്ള ടെമ്പറാമെൻ്റുള്ള ആളുകൾ ഒന്നിച്ച് താമസിക്കുമ്പോഴും ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഡൈവോഴ്സ്. അത് ചിന്തനീയമല്ല, ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളൊരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ ഇത്രയും ഡൈവോഴ്സ് നടക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനുള്ള മറുപടി, അവരാരും തന്നെ കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളവരല്ല. കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടുള്ള ഒരാൾക്കും തൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ ആരോടെങ്കിലും നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല. ബിക്കോസ് വീണ്ടും ജനിച്ച ഒരാൾക്കറിയാം, എന്നെപ്പോലെ പാപിയായ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച, രക്ഷാകരമായി വീണ്ടെടുപ്പ് ലഭിച്ച, അത്രയും ആഴമുള്ള പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട വേറെ ഒരാളും ഉണ്ടാവില്ല എന്ന് എല്ലാ മനുഷ്യർക്കും അത് മനസ്സിലാവും. അപ്പോൾ സകല മനുഷ്യർക്കും മനസ്സിലാകുന്ന ആ ഒരു സുവിശേഷത്തിൻ്റെ വരം, കൃപാവരം ലഭിച്ചവർക്ക്, സ്നേഹത്തിൻ്റെ കൃപാവരം ലഭിച്ചവർക്ക് മാത്രമാണ്. നമ്മളുമായിട്ട് ഏറ്റവും ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളുമായിട്ട് എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ സ്നേഹത്തിൽ ജീവിക്കേണ്ടതെന്നുള്ളതിൻ്റെ വരം ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വിവാഹത്തിൽ യാതൊരു കാരണവശാലും ഒരു കോംപ്രമൈസ് ദൈവം അനുവദിക്കുന്നില്ല. വൺസ് മാരീഡ് ദ സ്റ്റേ മാരീഡ് അൻറ്റിൽ ദ ഡൈ. ഇപ്പം നിങ്ങൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും വിവാഹമോചനം എന്നുള്ളത് മനസ്സിൻ്റെ തലയുടെ ഏതെങ്കിലും ഒരു കോർണറിലൂടെ ഓടിയിട്ടുണ്ട് എങ്കിൽ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇത് പറയുന്നത്. നെവർ ഗീവ് എ ഡൈവേഴ്സ് നോട്ടീസ് ടു യുവർ ഹസ്ബൻഡ് ഓർ യുവർ വൈഫ്. നമ്മുടെ സഭയിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിട്ടതിൻ്റെ ഒരു കാരണം ഇതാണ്. ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ആം വർത്തി, യു ആർ നോട്ട് വർത്തി എന്നാണ്. അതൊരു ക്രിസ്ത്യാനിക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഹീ ഈസ് എ ബ്രോക്കൺ പേഴ്സൺ. ഹി നോസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപാദാനങ്ങളെക്കുറിച്ച് അവർ അറിവില്ലാത്തവരല്ല. അവർക്ക് ആ കൃപാദാനങ്ങളെക്കുറിച്ച് അറിവുണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇത്രയും ഭയങ്കര നിയമം നീങ്ങി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതനുസരിക്കാൻ പറ്റുന്നത്? അപ്പോൾ കർത്താവ് പറയാണ്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരെ ജനിച്ചവരുണ്ട്, അവരെ സംബന്ധിച്ച് പ്രശ്നമേ ഇല്ല. ഓക്കെ. 2, മനുഷ്യർ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരും ഉണ്ട്. ഈ രാജാക്കന്മാർ അങ്ങനെയൊക്കെ ആക്കി വിടുമായിരുന്നു മനുഷ്യർ ഈ അന്തഃപുരത്തിനൊക്കെ കാവൽ നിൽക്കാൻ വേണ്ടി, അവരുടെ വേല ചെയ്യാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെട്ടവരുണ്ട്. അവർ ഷണ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യുത്പാദന ശേഷി ഇല്ലാത്തവർ, ലൈംഗികമായ ശേഷി ഇല്ലാത്തവർ. പ്രത്യുത്പാദന ശേഷി ഇല്ലാത്തവരല്ല, ലൈംഗികമായ ശേഷി ഇല്ലാത്തവരാണ്. ഷണ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈംഗികമായ ശേഷി ഇല്ലാത്ത ഒരു ആളുകളെയാണ് പറയുന്നത്. അപ്പോൾ ജന്മന അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ഭാഗ്യം, അവർ രക്ഷപ്പെട്ടു. വിവാഹം വേണ്ട, വിവാഹം ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ട. രാജാക്കന്മാർ അങ്ങനെ, അധികാരികൾ അങ്ങനെ ആക്കിയവരുണ്ട്. അവരെ സംബന്ധിച്ച് ഇനി വിവാഹം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉദിക്കുന്നില്ല. എന്നാലും മൂന്നാമതൊരു കൂട്ടരുണ്ട്. നിങ്ങൾക്ക് ഈ ഡൈവോഴ്സ് ഇല്ലാതെ പേടിയാണെങ്കിൽ, അതായത് കല്യാണം കഴിക്കാൻ പേടിയാണെങ്കിൽ, നിങ്ങൾ സ്വർഗരാജ്യത്തെ പ്രതി തന്നെത്താൻ ഷണ്ടന്മാരാക്കുന്നതാണ് നല്ലത്. അതായത് ഈ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. കർത്താവ് പറയാണ്, ഡൈവോഴ്സ് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, നിങ്ങൾ ഡൈവോഴ്സ് ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ ജീവിച്ചിട്ട് പിരിയാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആയിട്ട് കുറച്ച് നാൾ ഒന്നിച്ച് ജീവിച്ചിട്ട് തല്ലിപ്പൊടിച്ച് പോകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ, സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കർശനമായി നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഷണ്ടന്മാരായി ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ വരുമെന്നാണ്. അതായത് ദ സാങ്ക്ടിറ്റി ഓഫ് മാരേജ്, മാൻ വുമൺ റിലേഷൻഷിപ്പ്, അത് ദൈവം എപ്പോഴും നിശ്ചയിക്കുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്നുള്ളതാണ്, മരണം അവരെ വേർപിരിക്കുന്നത് വരെ. ഇത് ശിഷ്യന്മാരെല്ലാം ഭയപ്പെടുത്തി അന്നത്തെ സമൂഹത്തെ വരെ ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ്. കാരണം കല്യാണം കഴിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അന്ന് ഭാര്യമാരെ അങ്ങ് ഉപേക്ഷിച്ച് കളയാണ്. കർത്താവ് പറയണം, അങ്ങനെ ഉപേക്ഷിച്ചാൽ ദാറ്റ്സ് പണിഷബിൾ. ദൈവം അവരെ വെറുതെ വിടുകയില്ല എന്നുള്ളൊരു സൂചനയാണ് കർത്താവ് തരുന്നത്. എത്ര മനോഹരമാണ് ഈ കൽപ്പന. കാരണം നമ്മളെ സ്നേഹിക്കാൻ നിർബന്ധിക്കുന്നു. സ്നേഹം എവിടെ നിന്ന് വരും? ആ സ്നേഹം ക്രിസ്തുവിൽ നിന്ന് വരണം. ക്രിസ്തുവിൽ നിന്ന് വരുന്ന സ്നേഹം മാത്രമേ ശരിക്കും ഏത് പ്രതിസന്ധി അതിജീവിക്കുന്നൊരു സ്നേഹമാവുകയുള്ളൂ. നമ്മൾ എത്ര എതിർത്താലും തിരിച്ച് സ്നേഹിക്കാനുള്ള ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അത് കർത്താവിന് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ വരം ലഭിച്ചവർക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ. അപ്പം ക്രിസ്തീയ വിവാഹത്തിൻ്റെ ഡിമാൻഡുകൾ ഭയങ്കര ഹെവിയാണ്. ഈ ക്രിസ്തീയ വിവാഹത്തിൻ്റെ ഡിമാൻഡ് അത് ജീവിതകാലം വരെ നിലനിൽക്കുന്ന ഒരു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള ഐക്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ ഒട്ടും നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഈ സൊസൈറ്റി ചിന്തിക്കാൻ പാടില്ല. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് പെന്തക്കോസ്തുകാരിൽ നോക്കുമ്പോൾ തന്നെ ഡൈവോഴ്സുകളുടെ ബഹളമാണ്. എന്ന് മാത്രമല്ല, ഈ രണ്ടാം വിവാഹങ്ങൾ വ്യഭിചാരം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്ന പാസ്റ്റർമാരാണ്.
ഇത് ശരിക്കും ഞെട്ടിപ്പിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അത്ഭുതം തോന്നേണ്ട കാര്യമാണ്. പാസ്റ്റേഴ്സ് പോലും വളരെ ഈസി ആയിട്ട് ഡൈവോഴ്സ് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഡൈവോഴ്സ് ആൻഡ് റീമാരിയേജ് എന്ന് പറയുന്നത് ഒരു വ്യഭിചാര കർമ്മമാണ്. കാരണം യഥാർത്ഥ ഭാര്യ അപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ആ സമയത്തല്ല യഥാർത്ഥ ഭർത്താവ് അപ്പോഴും ജീവിച്ചിരിക്കെ ഡൈവോഴ്സ് ആയി എന്നുള്ളൊരു എക്സ്ക്യൂസും കൊണ്ട് നിങ്ങൾക്ക് വേറൊരാളോട് പോകാൻ സാധ്യമല്ല. അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ഇത് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇത് എത്ര സീരിയസ് ആണ് എന്നുള്ള കാര്യം ഈ പാസ്റ്റേഴ്സിൽ പലരും, അതായത് ശുശ്രൂഷയിൽ പലരും ഇത് മനസ്സിലാക്കുന്നില്ല. പാസ്റ്റേഴ്സിൻ്റെ പിള്ളേർ വരെ ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം എത്ര ഭയങ്കരമായിട്ട് അവരുടെ മേൽ വരുമെന്നുള്ള കാര്യം ഞാൻ ആലോചിക്കായിരുന്നു. അതായത് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുള്ളവർക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ടീച്ചിങ്, മാരേജിനെ കുറിച്ചുള്ള ടീച്ചിങ്, ഞാൻ പറഞ്ഞല്ലോ അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താലാണ് ക്രിസ്തീയ കല്യാണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്പൗസിൻ്റെ പ്രോബ്ലമല്ല, നിങ്ങളുടെ പ്രോബ്ലമാണ്. കാരണം നിങ്ങൾ സ്നേഹം കണ്ടെത്താത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പറയുക അവരൊട്ടും ശരിയല്ല, അയാളൊട്ടും ശരിയല്ല, അവളൊട്ടും ശരിയല്ല. അല്ലായിരിക്കാം, പക്ഷേ സ്നേഹം അൺകണ്ടീഷണലാണ്. അത് ദോഷം കണക്കിടുന്നില്ല. ദോഷം കണക്കിടാത്തൊരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വിവാഹത്തിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അത് ദൈവത്തിൽ നിന്ന് വരം ലഭിക്കാത്ത ആർക്കും അത് ഉണ്ടാവുകയുമില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരു പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യം, ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ വരുന്ന കാര്യമാണ്. ഇത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. 16 മുതൽ. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന്. ഇതാണ് മനുഷ്യൻ്റെ അപ്രോച്ച്. നീ എനിക്ക് നിത്യജീവൻ തരും, ഞാൻ നിനക്ക് പ്രസാദിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, ഞാൻ എന്ത് നന്മ ചെയ്താൽ നീ എനിക്ക് നിത്യജീവൻ തരും. ഇറ്റ്സ് എ ബാർഗെയിനിങ് ഓഫ് എ സിൻഫുൾ ഫ്ലഷ്. ദൈവത്തോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്ത് നന്മ ചെയ്താൽ നിനക്ക് ഇതെനിക്ക് തരാൻ പറ്റും. അപ്പം ഐ വാണ്ട് ടു ഏൺ ഹെവൻ ബൈ മൈ മെറിറ്റ്. അങ്ങനെ ഒരാളാണ് ഈ വന്നത്. അപ്പോൾ അവൻ്റെ ജഡം കൊണ്ട് അവന് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ്. ഓക്കെ, അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കിടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. അതുകൊണ്ട് നിനക്ക് നല്ലവനാകാൻ പറ്റത്തില്ല, നല്ലവൻ ദൈവം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, താൻ നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനും നീതീകരിക്കുന്നവനുമാണ് എന്ന് പറയേണ്ടതിന്. അപ്പോൾ ദൈവം മാത്രമാണ് നീതിമാനുള്ളത്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ നടപ്പാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി, അപ്പോൾ നന്മയെക്കുറിച്ച് നീ നല്ലവനാകാൻ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണം, അങ്ങനെ നല്ലവന്മാർ ഭൂമിയിലില്ല, ഒരൊറ്റയാൾ മാത്രമാണ് നല്ലവൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ റോമാലേഖനത്തിൽ കാണുന്നത്, നല്ലവൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെ പാപികളാണ് എന്നാണ്. അപ്പോൾ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കൽപ്പനകൾക്ക് 2 തലമുണ്ട്. ഒന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, മറ്റൊന്ന് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുമായ 2 തലങ്ങൾ കൽപ്പനകൾക്കുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ കൽപ്പനകളാണ് ഈ ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ആ പ്രധാനപ്പെട്ട കൽപ്പനകൾ എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് അവസാനം പറഞ്ഞ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ ഇവൻ പറയാണ്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്തെന്ന്. നമുക്ക് ഉറപ്പാണ് അവസാനത്തെ കൽപ്പനയും പ്രമാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അതെന്താണ്? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. എങ്ങനെയാണ് എന്നെപ്പോലെ തന്നെ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നത്? എൻ്റെ വീട്ടിൽ പണം വരുമ്പോൾ, ആഹാരം എൻ്റെ പിള്ളേർ കഴിക്കുമ്പോൾ, അവൻ്റെ വീട്ടിൽ പിള്ളേർക്ക് ആഹാരമുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കണം എന്ന് മാത്രമല്ല, അവൻ്റെ വേദന എൻ്റെ വേദനയായിരിക്കണം, അവൻ്റെ സന്തോഷം എൻ്റെ സന്തോഷമായിരിക്കണം. ഇങ്ങനെ പെർഫെക്റ്റായി ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളൊരു കൽപ്പന ആർക്കും അങ്ങനെ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ഇവൻ വിചാരിക്കുന്നവൻ അതെല്ലാം അനുസരിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ വെച്ച് നോക്കിയാൽ ഓക്കെ, അനുസരിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രമാണം അനുസരിച്ച് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തെ നീതിയിലേക്ക് അവന് കടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കർത്താവ് പറയാണ്, നീ സൽഗുണപൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പെർഫെക്റ്റ് ആകാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ ഉള്ളതെല്ലാം എല്ലാ റിസോഴ്സസും കൊണ്ട് കളഞ്ഞിട്ട് വരിക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പം എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് ഒന്നുമില്ലാതെ നീ എൻ്റെ അടുക്കൽ വരിക, അപ്പം നിനക്ക് സ്വർഗത്തിലൊരു നിക്ഷേപം ഉണ്ടായിരിക്കും. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. അപ്പം അവൻ തിരിച്ചുപോയി. യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്ന എളുപ്പമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൂചിക്കുഴയിലൂടെ ഒട്ടകം കടന്നാൽ മാത്രമേ ധനവാനായ ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ കിടക്കുകയുള്ളൂ എന്നാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് അവൻ പോയി കഴിഞ്ഞാൽ പറയാണ് ഒരു ധനവാന്. അപ്പോൾ എന്താണ് ഈ ധനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അവൻ ഭയങ്കര സമ്പത്തുള്ള ആളാണ്,
ആ സമ്പത്ത് വെച്ച് അവൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ കിടക്കാൻ പറ്റില്ല. കാരണം ഹീസ് എ സ്ലേവ് ഓഫ് ദാറ്റ് വെൽത്ത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തന്നെ നീതി പ്രവൃത്തികളാൽ വന്നവനാണ്. അവൻ സൽഗുണപൂർണ്ണനാകണമെങ്കിൽ അവൻ്റെ റിസോഴ്സസ് പോകണം. അപ്പോൾ പലതരത്തിലുള്ള സമ്പത്തുകളുള്ളവരുണ്ട്. ചിലർ കുടുംബ സമ്പത്തിനെക്കുറിച്ച് പറയും, ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ കുടുംബം ഭയങ്കര കുടുംബമാണ്. ചിലർ പറയും, ഞാൻ നീതിയോടെ ജീവിച്ചവനാണ് ബ്രദറെ, ഞാനൊരു പാപവും ചെയ്യാതെയാണ് ജീവിക്കുന്നത്. അവരെല്ലാം സമ്പന്നരാണ്, ആത്മീക സമ്പന്നരാണ്. അപ്പോൾ തെറ്റില്ല എന്ന് തോന്നുന്നവരും സ്വയം നീതീകരിക്കുന്നവരും കുടുംബ പാരമ്പര്യങ്ങളെ അഭിമാനിക്കുന്നവരുമായ വലിയൊരു കൂട്ടം ജനങ്ങളുണ്ട്. ഇവരെല്ലാം ധനവാന്മാരാണ്. അപ്പോൾ ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്ന ഒട്ടകം സൂചിക്കുള്ളിലൂടെ കിടക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സസിൽ ആശ്രയിച്ചുകൊണ്ട് ഒരാൾക്ക് പോലും ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല എന്നാണ്. കാരണം അതെല്ലാം വിട്ട് കളഞ്ഞാൽ മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത് സൂചിക്കുഴയും ഒട്ടകവും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട് അല്ലേ? ആനയും സൂചിക്കുഴിയും തമ്മിൽ അതിനേക്കാൾ വലിയൊരു ഗ്യാപ്പുണ്ട്. പക്ഷേ ഈ സൂചിക്കുഴ ആയതുകൊണ്ട് തന്നെ ലോകത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങൾക്കും അത് അസാധ്യമാണ്. ഒരു പട്ടിക്കും അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല, പൂച്ചയ്ക്കും കിടക്കാൻ പറ്റത്തില്ല, ഒരു ഉറുമ്പിന് പോലും അതിനകത്തോടെ കിടന്നു പോകുക ഈസിയല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂചിക്കുഴ എന്ന് കർത്താവ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള ഇടുങ്ങിയ വഴി സൂചിക്കുഴ പോലെയാണ്, അതിലെ ആരും കിടക്കുന്നില്ല. അപ്പോൾ ശിഷ്യന്മാർ വളരെ അത്ഭുതപ്പെട്ടു, ശിഷ്യന്മാർ ഭയപ്പെട്ടു, അത്ഭുതപ്പെട്ടു. ഇത് മർക്കോസിൻ്റെ ശിഷ്യത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? അത് ഇവിടെയുണ്ട് 25-ാം വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. ഒട്ടകം സൂചിക്കുഴയുടെ കടന്നു പോകുമ്പോഴാണ് ഇതെന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമാണിത്. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു യേശു വരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം തന്നെ. അപ്പോൾ പ്രവൃത്തി കൊണ്ടോ അനുസരണം കൊണ്ടോ ഒരു ഒട്ടകത്തിനും സൂചിക്കുഴയുടെ കിടക്കാൻ പറ്റില്ല. ഒരു പൂച്ചയ്ക്ക് പോലും അവൻ എന്ത് ചെയ്താലും ആ സൂചിക്കുഴയുടെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ യാതൊരു പ്രവൃത്തിയും ഒരു മനുഷ്യനെ സ്വർഗരാജ്യത്തിന് യോഗ്യനാക്കുന്നില്ല എന്ന് കർത്താവ് ഈ ഉപമയിലൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാവും? നമ്മൾ നിക്കോദമോസിൻ്റെ കർത്താവ് പറഞ്ഞ് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, നമ്മൾ കാറ്റുപോലെയാകും. കാറ്റുപോലെ ആത്മാവിൽ ജനിച്ചവനല്ല അങ്ങനെയാകുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു നിങ്ങൾ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനെല്ലാം അങ്ങനെയാകും. കാരണം വിൻഡ് ലൈക്ക് നേച്ചർ, അതായത് കർത്താവ് എങ്ങോട്ട് പറഞ്ഞാലും പോകുവാൻ പിടുത്തമില്ലാത്തവർ, ലോകത്തിൽ പിടുത്തമില്ലാത്തവർ, അല്ലെങ്കിൽ ലോകത്തിൽ ബന്ധിക്കപ്പെടാത്തവർ, കാറ്റുപോലെ ഉള്ളവർ, അവർ മാത്രമാണ്. അത് ആരാണ് അവരെ കാറ്റുപോലെയുള്ള സ്വഭാവമുള്ളവരാക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ രാജ്യം അവനിൽ വരുമ്പോൾ, ദൈവം രാജാവായി വരുമ്പോൾ അവൻ എങ്ങോട്ടും പോകാൻ സാധിക്കും. എന്തും ദൈവം പറയുന്നത് അനുസരിക്കാൻ അവന് കഴിയുന്ന ഒരു കാറ്റുപോലെ അവനായി മാറും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകം സൂചിക്കുഴലിൽ കിടക്കുന്നത് പോലെ തന്നെ പ്രയാസമാണ് ഒരു ധനവാനല്ല ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയാണിത് മനുഷ്യരാൽ അസാധ്യമാണ്. പ്രിയ സഹോദരങ്ങൾ, ഇത് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ രാജ്യമെന്ന് പറയുന്നത് ജഡരക്തങ്ങൾക്ക് അവകാശമാക്കാൻ പറ്റുന്ന ഒന്നല്ല. നിങ്ങൾ എത്ര നീതിമാന്മാരെല്ലാം അവകാശപ്പെടുത്താൻ പറ്റുന്നതല്ല. പലപ്പോഴും നമ്മൾ ആൾക്കാർ നോക്കി ഇങ്ങനെ പറയാറുണ്ട്, അയാളൊന്ന് മാനസാന്തരപ്പെടേണ്ട പോലും കാര്യമില്ല, ചർച്ചിലേക്ക് ഇങ്ങ് വന്നാൽ മതിയായിരുന്നു, അത്രയ്ക്ക് നീതിമാനായ മനുഷ്യനാണെന്ന് പലരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അത് വേറൊരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു മനുഷ്യനും എത്ര നീതിമാനെന്ന് അവൻ പുറമേ കാണിച്ചാലും, എത്ര സാധുവായി അഭിനയിച്ചാലും, ഹീസ് നോട്ട് ഫിറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. കാരണം അവൻ ആദാമ്യ മനുഷ്യനാണ്, ആദമിൽ ജനിച്ചവനാണ്, അവൻ പാപിയാണ്. ഈ പാപ മനുഷ്യന് എത്ര സൽപ്രവൃത്തി ചെയ്താലും, ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ദൈവരാജ്യത്തിൻ്റെ ഉപദേശം യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ആസ്പദമാക്കി, പുനരുത്ഥാനത്തെ ആസ്പദമാക്കി, ക്രിസ്തുവിൻ്റെ നീതിയെ ആസ്പദമാക്കിയുള്ള ഒരു വിവരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ 16-ാം അധ്യായത്തിന് ശേഷമാണ്. ഇവിടെ മനുഷ്യൻ രക്ഷപ്പെടുകയില്ലെന്നും എത്ര വിചാരിച്ചാലും അവന് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ലെന്നും ദൈവം അവനെ രക്ഷിച്ചാൽ മാത്രമേ അവന് കടക്കാൻ സാധിക്കുകയുള്ളൂ. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ശരിയാണ്, മനുഷ്യൻ്റെ പ്രയത്നത്താൽ നടക്കുന്ന ഒന്നല്ല ക്രിസ്ത്യ വിവാഹം. കർത്താവ് ഇന്നേ വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കൽപ്പനകളും നോക്കിയാലും അത് ശരിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാൽ മാത്രം സാധിക്കുന്ന ഒന്നാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ തന്നെ കർത്താവ് നമ്മുടെ കണ്ണ് തുറക്കണം, നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകണം, നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. അതെല്ലാം ദൈവം നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. രക്ഷയുടെ പൂർണ്ണമായ ക്രെഡിറ്റ്, മഹത്വം ദൈവത്തിനാണ്. അതാണ് ഇവിടെ പറയുന്നത്, മനുഷ്യരാൽ അത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാധ്യത, ദൈവം എന്ത് ചെയ്യും എന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ ഇന്ന് പലപ്പോഴും കേൾക്കാറുണ്ട്, ദൈവത്തിന് സാധിക്കാത്ത എന്തുള്ളൂ.
എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് എന്താ? പൈസ വരുന്ന കാര്യവും രോഗം മാറുന്ന കാര്യവും അതൊക്കെ ദൈവത്തിന് വളരെ നിസ്സാരമാണ്. അതിനുവേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട പോലും കാര്യമില്ലായിരുന്നു. അതല്ല ദൈവം നമ്മളെ ആകർഷിക്കുന്ന ആ സമ്പത്തെന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ സമ്പത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ നിസ്സഹായരാണ്. എന്നാൽ കർത്താവിന് നമ്മളെ കാറ്റുപോലെയാക്കി മാറ്റാൻ സാധിക്കും. അവൻ്റെ സ്നേഹത്തിന് അത് സാധിക്കും. അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ദർ ഇസ് കമ്പൽഷൻ ഓഫ് ലവ്, ഫോഴ്സ് ഓഫ് ലവ് ഓൺ us. ക്രിസ്തുവിൻ്റെ സ്നേഹം അത്ര വിലയേറിയതാണ്. അതുകൊണ്ട് നമുക്ക് പ്രിയ സഹോദരങ്ങളെ, ഈ നമ്മുടെ വിവാഹ ജീവിതം, കുടുംബജീവിതം സൂചിക്കുള്ളിൽ കയറുന്ന അനുഭവങ്ങളിലൂടെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് ക്രിസ്തുവിൻ്റെ പ്രകൃതം നമുക്ക് ദൈവം തരുമ്പോൾ അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് മാറും. നുകം വളരെ മൃദുവും ലഘുവുമായ നുകവും ചുമടുമായി കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ സ്വഭാവത്തെ മുഴുവൻ ഞാൻ മാറ്റുമ്പോൾ നിനക്കിത് വളരെ ലഘുവായിരിക്കും. ഏത് ഏരിയയിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിന് നമ്മളെ, കർത്താവിൻ്റെ ആ പ്രസൻസ് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായും ജീവിതത്തിൽ തന്നിരിക്കുന്ന കുടുംബത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കുടുംബത്തിൻ്റെ ഹെഡ് ശരിക്കും അങ്ങ് തന്നെ ആയിരിക്കാൻ സഹായിക്കണമേ. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവെ, അത് അങ്ങയുടെ ധനത്തിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.